കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെത്തുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്ന വിശേഷണത്തോടെ ലോകമെമ്പാടും അറിയപ്പെടുന്ന കേരളം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളെ സ്വീകരിക്കുന്നു. അതേസമയം മികച്ച റോഡ് ശൃംഖലയും ഉയർന്ന സാക്ഷരതയും ഡിജിറ്റൽ ഉപയോഗവും ഉണ്ടായിട്ടും പൊതുഗതാഗതത്തിനും സ്വകാര്യ ടാക്സി സേവനങ്ങൾക്കും ഇടയിൽ നിരവധി പ്രശ്നങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. ഒരു യാത്രക്കാരൻ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പോകാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന ആദ്യത്തെ പ്രശ്നങ്ങളിൽ ഒന്നാണ് വിശ്വസനീയവും ന്യായവുമായ നിരക്കിലുള്ള ടാക്സി ലഭിക്കുമോ എന്നത്. ഇതാണ് ഊബർ പോലുള്ള ആപ്പ് അധിഷ്ഠിതമായ ടാക്സി സേവനങ്ങളെക്കുറിച്ചുള്ള ചർച്ച കേരളത്തിൽ ശക്തമാക്കാൻ കാരണമായത്. ഇന്ത്യയിലെ നിരവധി നഗരങ്ങളിൽ ഊബറും ഓലയും പോലുള്ള സേവനങ്ങൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും കേരളത്തിൽ ഇവയുടെ പ്രവർത്തനം ഇപ്പോഴും എല്ലാ ജില്ലകളിലേക്കും ഒരേ രീതിയിൽ വ്യാപിപ്പിച്ചിട്ടില്ല. ചില നഗരങ്ങളിൽ പരിമിതമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന വ്യാപകമായി ശക്തമായ സാന്നിധ്യം ഇവയ്ക്കില്ല. ഇതിന് പിന്നിൽ സാമ്പത്തികവും നിയമപരവും സാമൂഹികപരവുമായ നിരവധി കാരണങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ഉയരുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ്: ഊബർ പോലുള്ള ആപ്പ് അധിഷ്ഠിത ടാക്സി സേവനങ്ങൾ കേരളത്തിൻ്റെ ഭാവിക്ക് അനുയോജ്യമാണോ, അല്ലെങ്കിൽ നിലവിലുള്ള ടാക്സി സംവിധാനത്തെ തകർക്കുമോ? ഈ ചോദ്യത്തിനുള്ള മറുപടി കണ്ടെത്താൻ ആദ്യം കേരളത്തിലെ നിലവിലെ ടാക്സി സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കണം. കേരളത്തിൽ പ്രധാനമായും 4 വിഭാഗങ്ങളിലാണ് ടാക്സി സേവനങ്ങൾ പ്രവർത്തിക്കുന്നത്: പ്രീപെയ്ഡ് ടാക്സികൾ, സ്റ്റാൻഡ് ടാക്സികൾ, റേഡിയോ ടാക്സികൾ, ഓൺലൈൻ ആപ്പ് അധിഷ്ഠിത ടാക്സികൾ. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും സാധാരണയായി പ്രീപെയ്ഡ് കൗണ്ടറുകളുണ്ട്. യാത്രക്കാർ ആദ്യം നിരക്കടച്ച് രസീത് വാങ്ങുകയും പിന്നീട് വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതേസമയം നഗരങ്ങളിലും പട്ടണങ്ങളിലും സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് ഭൂരിഭാഗം ടാക്സികളും പ്രവർത്തിക്കുന്നത്. ഓരോ സ്റ്റാൻഡിനും സ്വന്തം നിയമങ്ങളും പ്രവർത്തന രീതികളും ഉണ്ട്. ഈ സംവിധാനം വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും യാത്രക്കാർ പലപ്പോഴും ചില പരാതികൾ ഉന്നയിക്കാറുണ്ട്. ആവശ്യമായ സമയത്ത് വാഹനം ലഭിക്കാത്തത്, ചെറിയ ദൂരയാത്രകൾക്ക് ചില ഡ്രൈവർമാർ തയ്യാറാകാത്തത്, നിരക്കിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ, വിനോദസഞ്ചാരികൾക്ക് പ്രദേശത്തെക്കുറിച്ചുള്ള അറിവില്ലാത്തതിനാൽ കൂടുതൽ തുക ഈടാക്കുന്നു എന്നതും പരാതികളിൽപ്പെടുന്നു. രാത്രി സമയങ്ങളിൽ വാഹനം ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്. എല്ലാ ഡ്രൈവർമാരും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നല്ല, എന്നാൽ ഇത്തരം അനുഭവങ്ങൾ നിരവധി യാത്രക്കാർ പങ്കുവയ്ക്കുന്നുണ്ട്. ഊബർ എന്ന ആശയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഊബർ ഒരു സാധാരണ ടാക്സി കമ്പനിയല്ല, സ്വന്തം വാഹനങ്ങൾ ഓടിക്കുന്ന സ്ഥാപനവുമല്ല. ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഊബർ. യാത്രക്കാരനും ഡ്രൈവറെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കേതിക സംവിധാനമാണ് ഇതിൻ്റെ പ്രധാന പ്രവർത്തനം. ഒരു യാത്രക്കാരൻ മൊബൈൽ ആപ്പ് തുറക്കുന്നു, തൻ്റെ യാത്രയുടെ ആരംഭസ്ഥലവും ലക്ഷ്യസ്ഥാനവും നൽകുന്നു. സമീപത്തുള്ള ഡ്രൈവർമാർ ആ യാത്രയുടെ വിവരം ലഭിക്കുന്നു. ആ ഡ്രൈവർ അത് സ്വീകരിച്ചാൽ യാത്ര ആരംഭിക്കുന്നു. യാത്ര പൂർത്തിയായ ശേഷം ആപ്പിലൂടെ പണമടയ്ക്കാം, അല്ലെങ്കിൽ പണമായും നൽകാനാകും. യാത്രക്കാരനും ഡ്രൈവറും പരസ്പരം റേറ്റിംഗ് നൽകുന്നു. അതുവഴി സേവനത്തിൻ്റെ നിലവാരം വിലയിരുത്താൻ സാധിക്കുന്നു. ഇത് തന്നെയാണ് ഊബറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2009 അമേരിക്കൻ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഊബർ ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് വളരെ ചെറിയ രീതിയിലായിരുന്നെങ്കിലും ഇത് ലോകത്തിലെ നിരവധി രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നു. ഇന്ത്യയിൽ ഊബർ എത്തിയത് 2013 ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, പൂനെ, അഹമ്മദാബാദ് തുടങ്ങി നിരവധി നഗരങ്ങളിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും ഊബർ ഉപയോഗിക്കുന്നു. ചില നഗരങ്ങളിൽ ഊബർ ലഭിക്കാത്ത ദിവസം ആളുകൾക്ക് ഗതാഗതം തന്നെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് നഗരജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ആളുകൾ ഊബർ തിരഞ്ഞെടുക്കുന്നത്? ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ചില കാര്യങ്ങളാണ് ഊബറിനെ ജനപ്രിയമാക്കുന്നത്. ഒന്നാമത്, സുതാര്യമായ നിരക്ക്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഏകദേശ നിരക്കറിയാം. രണ്ടാമത്, യാത്രയുടെ രേഖകൾ സൂക്ഷിക്കപ്പെടുന്നു. ഏത് വാഹനം, ഏത് ഡ്രൈവർ, എത്ര സമയം, എത്ര രൂപ, എല്ലാം ആപ്പിൽ ലഭ്യമാണ്. മൂന്നാമത്, GPS ട്രാക്കിംഗ്. കുടുംബാംഗങ്ങൾക്ക് ലൈവ് ലൊക്കേഷൻ പങ്കുവയ്ക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് രാത്രി യാത്ര ചെയ്യുന്നവർക്ക് കൂടുതൽ സുരക്ഷിതത്വബോധം നൽകുന്നു. നാലാമത്, ഡിജിറ്റൽ പേയ്മെൻറ്റ്. UPI, കാർഡ്, വാലറ്റ് തുടങ്ങിയ വിവിധ മാർഗങ്ങളിൽ പണമടയ്ക്കാൻ സാധിക്കും. അഞ്ചാമത്, റേറ്റിംഗ് സംവിധാനം. മികച്ച സേവനം നൽകുന്ന ഡ്രൈവർമാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. മോശം സേവനത്തെക്കുറിച്ച് പരാതി നൽകാനും എളുപ്പമാണ്. കേരളത്തിൽ ഊബറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? കേരളത്തിൽ ഊബർ പൂർണ്ണമായും പുതിയ ആശയമല്ല. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ നഗരങ്ങളിൽ വിവിധ സമയങ്ങളിൽ ഊബർ സേവനങ്ങൾ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ എല്ലാ പ്രദേശങ്ങളിലും ഒരേ തോതിൽ വാഹനങ്ങളും ഡ്രൈവർമാരും ലഭ്യമല്ല. ചില നഗരങ്ങളിൽ സേവനം സജീവമായിരിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ വാഹനങ്ങളുടെ കുറവ്, ഡ്രൈവർമാരുടെ ലഭ്യത, പ്രാദേശിക സാഹചര്യങ്ങൾ തുടങ്ങിയ കാരണങ്ങൾ ഉപയോഗം പരിമിതമാണ്. അതേസമയം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സേവനം കൂടുതൽ വ്യാപിപ്പിക്കണമെന്ന ആവശ്യം ചില യാത്രക്കാരും വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ടവരും ഉന്നയിക്കുന്നുണ്ട്. മറുവശത്ത്, നിലവിലുള്ള ടാക്സി തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിക്കുന്നുവെന്ന ആശങ്കയും ചില സംഘടനകൾ പ്രകടിപ്പിക്കുന്നു. കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഭക്ഷണം മുതൽ ബാങ്കിംഗ് വരെ മിക്ക സേവനങ്ങളും മൊബൈൽ ആപ്പിലൂടെ ഉപയോഗിക്കുന്നു. ഓൺലൈൻ ഭക്ഷണ ഓർഡർ, ഓൺലൈൻ ബാങ്കിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ്, ഓൺലൈൻ മെഡിക്കൽ സേവനങ്ങൾ, ഓൺലൈൻ സർക്കാർ സേവനങ്ങൾ. ഇത്തരം സാഹചര്യത്തിൽ ഗതാഗത തരംഗവും കൂടുതൽ ഡിജിറ്റലാകുന്നത് സ്വാഭാവികമായി
നിർണായകമായ മാറ്റമാണെന്ന് പലരും വിലയിരുത്തുന്നു. എന്നാൽ ഈ മാറ്റം നിലവിലുള്ള തൊഴിലാളി ജീവിതത്തെയും ഉപജീവനത്തെയും ബാധിക്കാതെ എങ്ങനെ നടപ്പാക്കാം എന്നതാണ് സർക്കാരിനും സമൂഹത്തിനും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. അതിനാൽ ഊബറിനെക്കുറിച്ചുള്ള ചർച്ച ഒരു കമ്പനിയെക്കുറിച്ചുള്ളതല്ല, അത് കേരളത്തിൻ്റെ ഗതാഗത നയം, തൊഴിലവസരങ്ങൾ, ഡിജിറ്റൽ സമ്പദ്വ്യവസ്ഥ, ഉപഭോക്തൃ അവകാശങ്ങൾ, വിനോദസഞ്ചാര വികസനം എന്നിവയെല്ലാം ഒരുമിച്ച് സ്പർശിക്കുന്ന ഒരു വലിയ പൊതു ചർച്ചയാണ്. ഒരു കാലത്ത് ഓൺലൈൻ ബാങ്കിംഗ് വന്നപ്പോൾ പലരും സംശയിച്ചിരുന്നു. പിന്നീട് ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വ്യാപകമായപ്പോൾ അതിനെയും എതിർത്തവരുണ്ടായിരുന്നു. ഓൺലൈൻ ഭക്ഷണ വിതരണ ആപ്പുകൾ എത്തിയപ്പോഴും ചെറുകിട ഹോട്ടലുകൾക്ക് തിരിച്ചടിയാകുമെന്ന് അഭിപ്രായമുണ്ടായി. എന്നാൽ കാലക്രമേണ പുതിയ സാങ്കേതികവിദ്യകളോട് സമൂഹം പൊരുത്തപ്പെടുകയും അതനുസരിച്ച് പുതിയ തൊഴിൽ അവസരങ്ങളും ബിസിനസ് മാതൃകകളും രൂപപ്പെടുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ആപ്പധിഷ്ഠിത ടാക്സി സേവനങ്ങളും കാണേണ്ടത്. ഇവ ഒരു കമ്പനിയുടെ മാത്രമല്ല, ഗതാഗതം, തൊഴിൽ, ടൂറിസം, സാങ്കേതിക വിദ്യ, ഉപഭോക്തൃ അവകാശങ്ങൾ എന്നിവയെ ഒരുമിച്ച് സ്പർശിക്കുന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ ഭാഗമാണ്. ഊബർ കേരളത്തിൽ വിജയിക്കുമോ എന്നത് ഒരു കമ്പനിയുടെ കഴിവ് മാത്രം നിർണ്ണയിക്കുന്ന കാര്യമല്ല. സർക്കാർ, ടാക്സി തൊഴിലാളികൾ, യാത്രക്കാർ, ടൂറിസം മേഖല, സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവർ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ടോ എന്നതാണ് നിർണായകം. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിന് കൂടുതൽ ആധുനികവും സുരക്ഷിതവും സുതാര്യവുമായ ഒരു ഗതാഗത സംവിധാനത്തിലേക്കുള്ള മറ്റൊരു വലിയ ചുവടുവയ്പായി ഇത് മാറാൻ സാധ്യതയുണ്ട്.